ലോകത്തെ സൗഖ്യപ്പെടുത്തുവാനുള്ള ഏക ഔഷധമാണ് ദിവ്യകാരുണ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപതയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇന്ന് തോമാപുരത്ത് ആരംഭം കുറിക്കുകയാണ്. തലശ്ശേരിയുടെ ചരിത്രത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിയൻ തീർത്ഥാടനം ഒരു വലിയ വിജയമായി തീർന്നു. അതുപോലെ ഇന്ന് കത്തോലിക്ക സഭയിൽ തന്നെ ചരിത്രം എഴുതിക്കൊണ്ട് പുതിയ ദിവ്യകാരുണ്യ കോൺഗ്രസ് തലശ്ശേരിയുടെ മണ്ണിൽ ചിറ്റാരിക്കാലിൽ ഇന്ന് ആരംഭിക്കുകയുണ്ടായി. പിതാവേ, വലിയൊരു വിശ്വാസ സമൂഹത്തിന് എങ്ങനെയാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഒരു പ്രചോദനമാകുന്നത്? പരിശുദ്ധ സഭയുടെ വിശ്വാസമനുസരിച്ച് പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനവും ആധാരവും. തിരുവചനത്തിലുടനീളം നാം കേൾക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സത്യത്തിൽ ആ വചനത്തിൻ്റെ എല്ലാം സാക്ഷാത്കാരം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യമാണ്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നതാണ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ശരിക്കും ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കാനും പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഈ 2024 ആണ്ട് തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായിട്ട് ആചരിച്ചത്. പരിശുദ്ധ കുർബാനയിൽ കൂടുതൽ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പങ്കുചേരുക, പരിശുദ്ധ കുർബാനയിലൂടെ സഭാത്മക ജീവിതം നയിക്കുക, ഇതായിരുന്നു നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അതിൻ്റെ പരിസമാപ്തി എന്ന നിലയിലാണ് അതിരൂപത ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുക. പരിശുദ്ധ സഭയിൽ ഇപ്രകാരം ദിവ്യകാരുണ്യ കോൺഗ്രസ് പല സന്ദർഭങ്ങളിലും പരിശുദ്ധ പിതാക്കന്മാർ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ മാതൃകയിലാണ് ഈ അതിരൂപത തലത്തിലുള്ള ദിവ്യകാരുണ്യ കോൺഗ്രസും സംഘടിപ്പിക്കുക. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, അതുപോലെ തന്നെ ആദിമസഭയുടെ വിശ്വാസം ആർജിക്കുക. ആദിമസഭയിൽ സഭാപിതാക്കന്മാരുടെ ഒരാപ്തവാക്യമുണ്ടായിരുന്നു, സീനെ ഡൊമിനിക്ക നോൺ പോസിമോസ്. അതായത് പരിശുദ്ധ കുർബാന ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. ആ ഒരു ചൈതന്യത്തിലേക്ക് തിരികെ നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ 210 ഇടവകകളിൽ നിന്ന് 80,000-ലധികം കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ന് തലശ്ശേരി അതിരൂപതയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് തുടക്കമാവുകയാണ്. നിരവധി വിശ്വാസ സമൂഹം, നിരവധി ആളുകൾ ഈ ദിവ്യകാരുണ്യ നഗറിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഒന്നാം ദിവസം ദിവ്യകാരുണ്യ കോൺഗ്രസ് എങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി തലശ്ശേരി അതിരൂപത സംഘടിപ്പിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് തോമാപുരത്ത് തുടക്കമാകുമ്പോൾ ഫൊറോന വികാരി ബഹുമാനപ്പെട്ട മാണി മേൽവട്ടമച്ചൻ നമ്മോട് ഒപ്പമുണ്ട്. ഷെഖേനയോട് പ്രതികരിക്കുകയാണ്. അച്ഛാ, ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇതിൻ്റെ ഒരുക്കം എങ്ങനെയായി എത്തി? എത്ര ആളുകൾ പങ്കെടുക്കും? ഇതിൽ എങ്ങനെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിനെ കുറിച്ച് ഷെഖേന പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്? അതുപോലെ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി 71 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തിരിതെളിയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വിപുലമായ ഒരുക്കങ്ങൾ, മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ 24 കമ്മിറ്റികൾ, 750-ലധികം കമ്മിറ്റി അംഗങ്ങൾ, വോളണ്ടിയേഴ്സ്,
തുടങ്ങി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ആത്മീയ ഉത്സവത്തിന് വലിയ പ്രാർത്ഥനയുടെ പിൻബലമാണ് ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുക. 101 ദിവസം 13 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തിയാണ് നമ്മൾ ഈ കൺവെൻഷനിലേക്ക്, ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിലേക്ക് പ്രവേശിക്കുക. ദിവ്യകാരുണ്യ കോൺഗ്രസിനെ മാറ്റിക്കൂട്ടുന്ന മറ്റൊരു വലിയ ഒരു ഗായക സംഘമാണ്. കുഞ്ഞു മാലാഖമാർ അണിനിരക്കുന്ന ഈ ഒരു ഗായക സംഘത്തെ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ ഒരു ഗായക സംഘം ഇവിടെ ഇത്രയും ദിവസം വലിയ ജനങ്ങൾക്ക്, വിശ്വാസി സമൂഹങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവ് പകരുന്നത്? തലശ്ശേരി അതിരൂപതയ്ക്ക് മുഴുവൻ അഭിമാനമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. തലശ്ശേരി അതിരൂപതയിൽ ചരിത്രത്തിൽ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് തോമാപുരത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ പാടാൻ ഉള്ള കൊയറാണ് ഞങ്ങൾ. 42 പേര് ഞങ്ങളുണ്ട്. അപ്പോൾ ദിവസങ്ങളായി നമ്മൾ ഇതിൻ്റെ പ്രാക്ടീസിലാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇതിന് പങ്കാളികളാവാൻ, ഗായക സംഘത്തിൽ ഉൾപ്പെടാൻ സാധിച്ചതിൽ. ഏകദേശം എത്ര കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്? 20-25ഓളം കുട്ടികൾ തന്നെയുണ്ട്. നമ്മുടെ തോമാപുര പള്ളിയിലെ ഗായക സംഘത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ എല്ലാവരും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ നമ്മോടൊപ്പമുണ്ട്. കവിലച്ച, ഈ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് വിശ്വാസികൾക്ക് ഏത് തരത്തിലുള്ള ഉണർവാണ് തലശ്ശേരി അതിരൂപത നൽകുന്നത്? തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇന്നും നാളെയും നാളത്തെ കഴിഞ്ഞുമായിട്ടുള്ള സംഭവിക്കുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസ് നമ്മുടെ അതിരൂപതയിൽ ചിറ്റാരിക്കാൽ ഇടവകയിൽ, തോമാപുരം ഇടവകയിൽ വെച്ച് നടക്കുകയാണ്. ഇത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ദിനങ്ങളാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ഈശോയുടെ തന്നെ സാന്നിധ്യമാണ്. ഈശോയുടെ രണ്ടാമത്തെ വരവിന് വരെയുള്ള കാലഘട്ടത്തിൽ സഭയ്ക്ക് ഈശോയുടെ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ട കൗദാശിക മാർഗമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഒരു സമൂഹത്തിൽ യേശു സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെടുകയാണ്. ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ഒരുക്കമായി നിരവധി വോളണ്ടിയേഴ്സ്, പ്രത്യേകിച്ച് അമ്മമാർ, മാതൃവേദി അമ്മമാർ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് അത് ഒരുക്കം എവിടം വരെയായി പൂർത്തിയായി? നിങ്ങളെല്ലാവരും മടുത്തോ? ഇല്ല, മടുപ്പില്ല. ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി കുറേ കാലമായിട്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരും കൂടെ ഒത്തൊരുമിച്ച് ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നത് തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ അച്ഛനും അതുപോലെ തന്നെ ഫൊറോന വികാരിമാരുമാണ്. അച്ഛാ, ഈ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വൈദികർ, ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് എങ്ങനെയാണ് വൈദികർ ഒരുങ്ങിയിരിക്കുന്നത്? നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ വിശിഷ്യ ഈ മലബാർ പ്രദേശത്ത് നടക്കുന്ന പ്രഥമ ദിവ്യകാരുണ്യ കോൺഗ്രസ് ആണിത്. അതുകൊണ്ട് തന്നെയും വളരെ ആവേശത്തോടും വളരെ ഒരുക്കത്തോടും കൂടിയാണ് ദൈവജനം മുഴുവനും, വിശിഷ്യ വൈദികരും സമർപ്പിതരും ഇതിനായിട്ട് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് ഏറെ ഒരു സുവർണ അവസരമാണ്. തലശ്ശേരി അതിരൂപതയായതിനു ശേഷം ആദ്യമായിട്ട് നടക്കുന്നതാണ് ഇവിടെ തോമാപുരത്ത് നിർത്തുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്. ബഹുമാനപ്പെട്ട സിവച്ചൻ പറഞ്ഞതുപോലെ 10,000-കണക്കിന് ആൾക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് അഭിമന്യ ഞള്ളക്കാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യ കാർമ്മത്തിലുള്ള ദിവ്യബലിയോടുകൂടി ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിനുള്ള ആരംഭം കുറിക്കുകയാണ്. 4 ദിവസങ്ങളിലാണ് 3 ദിവസം ദിവ്യകാരുണ്യ കൺവെൻഷനും 4ാം ദിവസവും ദിവ്യകാരുണ്യ കോൺഗ്രസും. അതിരൂപതയിലെ വിവിധങ്ങളായ ഇടവകളിൽ നിന്ന് 6 പേരടങ്ങുന്ന പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ ഡെലഗേറ്റ്സായിട്ട് രാവിലെ മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ അവർക്ക് വേണ്ടി ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും, ഉച്ചകഴിഞ്ഞ് അഭിമന്യ പാമ്പളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാനയും, തുടർന്ന് അതിരൂപത ഏറ്റവും ആദരവോടെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നടത്താൻ ആഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണവും അന്ന ദിവസം ഇവിടെ നമ്മൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്താൻ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനാൽ എല്ലാ ക്രമീകരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ലൈവ് ഷോകളും ഇതിനോടനുബന്ധിച്ച് ഈ
ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ എക്സിബിഷൻ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ എക്സിബിഷൻ ഇവിടുത്തെ ഹാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളിൽ. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ആത്മീയ ഉത്സവമാണ് ഈ തോമാപുരത്ത് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഏറെ സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളട്ടെ. മാലോം ഫൊറോന വികാരിച്ചൻ നമ്മോട് ചേരുകയാണ്. അച്ഛാ, ഈ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് മാലോം ഫൊറോന ഒരുങ്ങിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഞങ്ങളെ തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളാണ് ഡിസംബർ 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങൾ. ഈ 4 റീജിയനിലുള്ള 4 ഫൊറോനയിലുള്ള വിശ്വാസ സമൂഹവും ഒരുമിച്ച് പ്രധാനമായിട്ടും ചേരുകയാണ് തോമാപുരത്ത്. ഈ ദിവ്യകാരുണ്യ കൺവെൻഷനും അതോടൊപ്പം ദിവ്യകാരുണ്യ കോൺഗ്രസും തലശ്ശേരിയുടെ അതിരൂപതയുടെ ചരിത്രത്തിലെ ഏറ്റവും തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹത്തായ സംരംഭമാണെന്ന് അറിയിക്കുകയാണ്. അതിരൂപത ചാൻസലർ ബഹുമാനപ്പെട്ട മുട്ടത്ത് കുന്നേലച്ചൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇന്ന് 1-ാം ദിവസമാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഏകദേശം വിശുദ്ധ കുർബാന ആരംഭിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഡാനിയലച്ചൻ്റെ പ്രസംഗവും അതുപോലെ തന്നെ വചന പ്രഘോഷണവും ഇവിടെ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ എത്ര ദൈവജനം 1-ാം ദിവസം ഇവിടെ എത്തിച്ചേർന്നു? ഏകദേശം നമ്മുടെ രൂപതയുടെ ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ്സാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാലോം, തോമാപുരം, വെള്ളരിക്കുണ്ട്, ചെറുപുഴ, മേരിഗിരി ഈ ഭാഗത്തെ ഫൊറോനകളിൽ 15,000 ആളുകൾക്കുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ ഒരു 15,000-ത്തോളം ആൾക്കാരെങ്കിലും എത്തും. പിന്നെ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വരാനാണ് സാധ്യത. നമ്മുടെ മലയോരത്തിൻ്റെ മുഴുവൻ ഒരു ആത്മീയ ഉത്സവമായി ഇത് മാറിയിട്ടുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസും എങ്ങനെയായിരിക്കും തലശ്ശേരി അതിരൂപത ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിനെ നോക്കിക്കാണുന്നത്? ദിവ്യകാരുണ്യ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നീണ്ടുനിന്ന വലിയൊരു ഒരുക്കത്തിൻ്റെ പരിസമാപ്തിയിലാണ് ദിവ്യകാരുണ്യ കൺവെൻഷനും ഒപ്പം തന്നെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ആത്മീയ ഒരുക്കത്തിൻ്റെ ഒരു പിൻബലം ഇതിനുണ്ട്. നമ്മൾ ചെമ്പേരിയിൽ വെച്ച് നടന്ന മരിയൻ തീർത്ഥാടനം വലിയൊരു വിജയമായതുപോലെ തന്നെ ഒരു ആത്മീയ ഒരുക്കത്തിൻ്റെ പശ്ചാത്തലം ഈ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസിനുണ്ട്. ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാകുന്ന വലിയ രഹസ്യത്തെ ആഴത്തിൽ കൂടുതലായിട്ട് സഭ മനസ്സിലാക്കുകയും അതിൻ്റെ ആ ഒരു വലിയ രഹസ്യത്തോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വലിയ ഒരുക്കം ഇതിൻ്റെ പിന്നിലുണ്ട്. ആത്മീയമായിട്ടുള്ള പശ്ചാത്തലം ഇതിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷമാകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. 10,000 പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ജനങ്ങൾക്കും വിശിഷ്ടാതിഥികൾക്കും സൽക്കരിക്കുക എന്ന ഒരു വലിയ ദൗത്യം അത് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഈ വൈദികരാണ്. ബഹുമാനപ്പെട്ട വയലിംഗിലച്ഛനോടും ജെറിനച്ഛനോടും നമുക്ക് എങ്ങനെയാണ് ഈ ഫുഡ് കമ്മിറ്റി ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചറിയാം. അച്ഛാ, ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഫുഡ് കമ്മിറ്റി, അതുപോലെ തന്നെ ഏത് തരം ഭക്ഷണങ്ങൾ, നോമ്പുകാലമൊക്കെ ആണല്ലോ? 4 ദിവസത്തെ ധ്യാനമാണ് ഇവിടെ നടക്കുക. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് ഈ നോമ്പുകാലത്തിൻ്റെ എല്ലാ ചൈതന്യം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ വോളണ്ടിയേഴ്സായിട്ടും ഇവിടെ വിശിഷ്ട അതിഥികളായിട്ടൊക്കെ വരുന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഫൊറോനയിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള വോളണ്ടിയേഴ്സ് ഇന്ന് രാവിലെ മുതൽ ഈ വരുന്ന എല്ലാ ദിവസവും ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ മറ്റെല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഒന്നിച്ചു കൂടൽ, കർത്താവ് എല്ലാവരും ഒന്നിച്ചു കൂട്ടുമ്പോഴൊക്കെ അപ്പം വിളമ്പിക്കൊണ്ടാണ്. അപ്പോൾ ആ ഒരു വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ആ അപ്പം വിളമ്പി കൊടുക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടിയതാണ് ഈ വോളണ്ടിയേഴ്സായിട്ടുള്ളവരെല്ലാവരും. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഈശോ അപ്പം വിളമ്പി കൊടുക്കാനുള്ള ഭാഗ്യം ഇവിടെ വരുന്ന 10,000 കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചു. ജോസാണ് ഇതിൻ്റെ കൺവീനറായിട്ടുള്ളത്. ജെറിനച്ചനാണ് ഇതിൻ്റെ ബാക്കി സഹായങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളൊരു 60 പേരടങ്ങുന്ന ടീമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തുന്നത്. മനോഹരമായ രീതിയിൽ ഇവിടെ വരുമ്പോഴെല്ലാം നമുക്കറിയാം ഈ കാലഘട്ടമൊക്കെ വളരെ എല്ലാം ന്യൂജൻ ഒരു ശൈലിയിലാണ്. അപ്പോൾ അതനുസരിച്ച് ഒരു ഭക്ഷണക്രമവും കാറ്ററിംഗ് സിസ്റ്റവുമാണ് ഇവിടെ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ ഒരു പങ്കുപറ്റാനായിട്ട് ഒരു അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു.
പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ ഒരു നിമിഷമെന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹനിധിയായ മാത്യു അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിൽ പങ്കുപറ്റുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത് ക്രമീകരിക്കുന്നത് നമ്മുടെ ചിറ്റാരിക്കാലിലെ റോയൽ കാറ്റേഴ്സാണ്. അതിൻ്റെ സിബിച്ചേട്ടനാണ് റോയൽ കാറ്റേഴ്സിൻ്റെ അതുപോലെ തന്നെ അവരൊരു ടീം അംഗങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവക്കാർ അതുപോലെ തന്നെ നമ്മുടെ ടീം അംഗങ്ങൾ വിവിധ ഇടവകളിൽ നിന്ന് അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ഫുഡ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഒരു വലിയ പ്രയത്നവും അതുപോലെ തന്നെ കൂട്ടായ്മയും ഒക്കെയാണ് ഇവിടെ വെളിവാക്കുന്നത്. ഭക്ഷണം കൊടുത്ത് മറ്റുള്ളവരെ സന്തോഷത്തിലാക്കാൻ ഇവിടെ നിരവധി അമ്മമാരാണ് ഈ ചിറ്റാരിക്കാലിലുള്ളത്. ഈ ഒരു ഭക്ഷണ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. എന്തൊക്കെ വിഭവങ്ങളായിരിക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്നവർക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ വെജിറ്റബിളാണ്, നോയമ്പ് സമയമാണല്ലോ, അതുകൊണ്ട് വെജിറ്റബിളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വേണ്ടപ്പെട്ടവർ വരുമ്പം കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഇടവകയിലുള്ളവർക്കും ഇവിടുന്ന് പുറത്തുനിന്ന് ഇടവകയിൽ വരുന്നവർക്കും നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നത് നമുക്കൊരു സംതൃപ്തിയാണ്. അങ്ങനെ ഇതിനൊരു അവസരം കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാം നല്ല ടീം വർക്കായിട്ടാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു. ദിവ്യകാരുണ്യ കോൺഗ്രസ് എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ 10,000 പങ്കെടുക്കുന്നു. നിരവധിയായ ആളുകൾ മുന്നോട്ട് വരുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ കോൺഗ്രസിനെ മനോഹരമാക്കുവാൻ ഒന്നാം ദിനം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ ജോണിനൊപ്പം അമലൈ ടോം, ഷെഗന ന്യൂസ്, കണ്ണൂർ.